പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിരന്തരം നമ്മുടെ സിനിമകളെ കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന സെൻസർ ബോർഡിനെയൊക്കെ ഒന്നാന്തരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു മതത്തിനെ എടുത്ത് ട്രോളി അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് തന്നെയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകരും അല്ലാതെയുള്ള മനുഷ്യരൊക്കെ ചോദിക്കാറുണ്ട്, കാതലിനെ പോലെ ഒരു ക്ലൈമാക്സ് എന്ന് കേരളത്തിൽ ഉണ്ടാവുമെന്ന്, അല്ലേ? ഏതായാലും വ്യസനസമേത ബന്ധുമിത്രാദികളെ പോലെ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്ന കാലത്ത് കാതലിലെ ക്ലൈമാക്സും ഇവിടെ ഉണ്ടായിരിക്കും. ഈ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞ് വളരെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടായൊരു ബന്ധമാണ് ഈ സിനിമയോടും ഈ സിനിമയോടുള്ള ബന്ധം എന്ന് പറയുന്നതായിട്ടും ശരി. സിനിമ കണ്ടു കഴിഞ്ഞാൽ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ സംവിധായകനോട് സംസാരിച്ചു, കുറച്ച് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. അതൊരു എന്താ പറയുക, അത്രമേൽ ആ സിനിമ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ടും ആ സിനിമയ്ക്കൊപ്പം നിൽക്കണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തിന് ഇവിടെ വരണം, സന്തോഷമുണ്ട് ഇത്രയും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിലൊക്കെ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എൻ്റെ പേരൂടെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പേരും കൂടെ പറയുന്നെങ്കിൽ പറയട്ടെ. അതിനുള്ള ഒരു സന്തോഷമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ മധുപാൽ സാറ് പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകരും അല്ലാതെയുള്ള മനുഷ്യരൊക്കെ ചോദിക്കാറുണ്ട്, കാതലിനെ പോലെ ഒരു ക്ലൈമാക്സ് എന്ന് കേരളത്തിൽ ഉണ്ടാവുമെന്ന്, അല്ലേ? ഏതായാലും വ്യസനസമേത ബന്ധുമിത്രാദികളെ പോലെ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്ന കാലത്ത് കാതലിലെ ക്ലൈമാക്സും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ബിബിനോടുള്ള സ്നേഹം, ആ സിനിമയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശക്തമായ, വളരെ എന്താ പറയുക, നമ്മളെല്ലാവരെയും ഒരിക്കലും നടക്കത്തില്ലെന്നുള്ള കാര്യം ബിബിൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിരന്തരം നമ്മുടെ സിനിമകളെ കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന സെൻസർ ബോർഡിനെയൊക്കെ ഒന്നാന്തരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു മതത്തിനെ എടുത്ത് ട്രോളി അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് തന്നെയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ വന്ന് സംസാരിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ അഭിമാനവും എൻ്റെ അഹങ്കാരവും എൻ്റെ സന്തോഷവുമാണ്. അത്ര പറഞ്ഞാൽ മതിയല്ലോ, സന്തോഷം. ഇനി എനിക്ക് തോന്നുന്നത് ഇനിയുള്ള സിനിമകളൊക്കെ ആദ്യം സിനിമ ചെയ്തതിനേക്കാളും ബുദ്ധിമുട്ട് ആയിരിക്കും. നമ്മളൊക്കെ അത് തന്നെ നേരിടുന്നുണ്ട്. ഓരോ സിനിമകൾ കഴിയും തോറും അടുത്ത സിനിമ സാധാരണ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് വരും. പക്ഷെ ഇതിന് ഉറപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ധൈര്യപൂർവ്വം നേരിടുക. നിങ്ങളുടെ സിനിമകൾ ഇനിയും കാണാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാവരും, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. നല്ല സിനിമകൾ സംഭവിക്കട്ടെ.